നമസ്കാരം. രണ്ടാഴ്ചക്കാലത്തെ അനിശ്ചിതത്വത്തിന് ശേഷം അങ്ങനെ മുൻ SFI നേതാവ് കെ വിദ്യ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. കേരള പോലീസിന് അഭിനന്ദന പ്രവാഹം. പക്ഷേ അതിൽ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ തോന്നിയാൽ അത് രാഷ്ട്രീയം എന്ന പേരിൽ തള്ളിക്കളയാൻ കഴിയുമോ? കേരള പോലീസിന് വിദ്യയെ പോലെ ഒരാളെ കണ്ടുപിടിക്കാനും അറസ്റ്റ് ചെയ്യാനും ഇത്രയേറെ കാലതാമസം വരുമോ എന്ന് ആലോചിച്ചാൽ ഇത്ര സമയം വേണ്ടി വരില്ല എന്ന് നമുക്ക് സാമാന്യ ബുദ്ധിയിൽ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും. ഇന്ത്യ മുഴുവൻ മോഷണ പരമ്പര നടത്തി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ബണ്ടി ചോർ കേരളത്തിൽ വന്ന് നടത്തിയ മോഷണത്തെ തുടർന്ന് ഏറെ വൈകാതെ തന്നെ പിടിയിലായതും ചില കൊലക്കേസ് പ്രതികൾ ദിവസങ്ങൾക്കുള്ളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരെ പിടിയിലാകുന്നതുമൊക്കെ കേട്ട് കേരള പോലീസിനെ കുറിച്ച് അഭിമാനത്തോടെ സംസാരിച്ചിട്ടുള്ളവരാണല്ലോ നമ്മളൊക്കെ. പക്ഷേ ഇപ്പോൾ കേരള പോലീസിന് ഇതെന്ത് പറ്റി എന്ന് തന്നെ ചോദിക്കേണ്ടി വരും. നിഖിൽ തോമസിന് എതിരായി പരാതി ഉയർന്നിട്ട് ദിവസങ്ങളാകുന്നു. അതിനിടയിൽ നിഖിൽ തോമസ് എന്ന മുൻ SFI നേതാവിൻ്റെ ഫോൺ അവസാനം ഓണായിരുന്നത് തിരുവനന്തപുരത്തായിരുന്നു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്നിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല എന്നും ഓർക്കുക. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് നിന്ന് കെ വിദ്യയെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് പോലീസ് പൊക്കുന്നത്. ഇത് സംബന്ധിച്ച് വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഇതൊരു രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രസ്താവന നടത്തിയിരുന്നു. അതിനുള്ള കാരണങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിദ്യ പിടിയിലാകാൻ വേണ്ടി എടുത്ത സമയം 15 ദിവസം. ഇത്രയും ദിവസം കൊണ്ട് തെളിവുകൾ നശിപ്പിക്കാൻ വിദ്യയ്ക്ക് നിഷ്പ്രയാസം കഴിയുമെന്നും അദ്ദേഹം പറയുന്നു. വ്യാജരേഖ നിർമ്മിക്കാൻ മാത്രം ബുദ്ധി പ്രയോഗിച്ച വിദ്യയെ സംബന്ധിച്ചിടത്തോളം ആ തെളിവുകൾ നശിപ്പിക്കുന്നത് വളരെ നിസാരമായ പൂ പറിക്കുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തിയാണ്. അതിനുള്ള സമയവും സാവകാശവും നൽകിയതിന് ശേഷം മാത്രമാണ് ഈ അറസ്റ്റ് നാടകം അരങ്ങേറിയതെന്നും ചെന്നിത്തല ആരോപിക്കുന്നുണ്ട്. പ്രതിയും പോലീസും നടത്തിയ നാടകമാണ് ഇതെന്നാണ് ചെന്നിത്തലയുടെ പക്ഷം. അതിനിടയിൽ ചില വെളിപ്പെടുത്തലുമായി കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും രംഗത്തെത്തി. വിദ്യയെ ഒളിപ്പിച്ചത് കോഴിക്കോട്ടെ ഒരു CPM പ്രവർത്തകനാണ് എന്നാണ് പ്രവീൺ കുമാർ ഉയർത്തുന്ന ആരോപണം. അതുകൊണ്ട് ആ CPM പ്രവർത്തകനെയും പ്രതി ചേർക്കണമെന്നും പ്രവീൺ കുമാർ ആവശ്യപ്പെടുന്നു. അതിനിടെ പിടിയിലായ കെ വിദ്യ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. എല്ലാ പ്രതികളെയും പോലെ ആദ്യം ചെയ്ത കുറ്റം നിഷേധിക്കുകയാണ് വിദ്യ ചെയ്തത്. താൻ വ്യാജരേഖ ചമച്ചിട്ടില്ല എന്നാണ് വിദ്യ പറയുന്നത്. നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായ തനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പക്ഷം. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നത് എന്ന സംശയം തോന്നുന്നവർക്കുള്ള മറുപടിയും വിദ്യ തന്നെ പറയുന്നു. രാഷ്ട്രീയ വൈരാഗ്യം മൂലം തന്നെ മനഃപൂർവ്വം കേസിൽ കുടുക്കിയതാണെന്നും തന്നെ കരുവാക്കുകയായിരുന്നു എന്നുമാണ് വിദ്യയുടെ പക്ഷം. വ്യാജ സർട്ടിഫിക്കറ്റ് താൻ എങ്ങും നൽകിയിട്ടില്ല. കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയിലുള്ളവർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് തനിക്കെതിരെ ഉയർന്ന കേസെന്നാണ് വിദ്യ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. അപ്പോൾ പിന്നെ അഗളി കോളേജിലും കാസർഗോഡുള്ള കരിന്തളം കോളേജിലും എങ്ങനെ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇനി അങ്ങനെ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന സർട്ടിഫിക്കറ്റ് നൽകിയെന്നിരിക്കട്ടെ, അത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഒരു ആയുധമാക്കാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ബോധമില്ലാത്ത ഒരു പെൺകുട്ടിയാണോ വിദ്യ? അല്ലേ അല്ല. അതും SFI അരങ്ങുവാഴുന്ന മഹാരാജാസ് കോളേജിൽ നിന്ന് വിദ്യയെ തകർക്കാൻ വേണ്ടി രാഷ്ട്രീയ വൈരാഗ്യം മൂത്ത് ആരാണ് ഇങ്ങനെ ഒരു പണി കൊടുക്കുന്നത്? കരിന്തളം കോളേജിൽ നിന്ന് വിദ്യക്കെതിരെ ഇങ്ങനെ ഒരു ദുരാരോപണം ഉന്നയിക്കേണ്ട ആവശ്യം എന്താണ്? കുറേ അധികം ചോദ്യങ്ങൾക്ക് ഉത്തരം വിദ്യ പറയേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനിയിപ്പോൾ പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് ഗുണം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് പാർട്ടി, എന്ത് നേതാക്കൾ?